കൊച്ചുനാളിലെ സിവിൽ സർവീസ് എന്നുള്ളൊരു മോഹം മനസ്സിലുണ്ടായിരുന്നു. തീരെ കുഞ്ഞായിരുന്ന സമയത്ത് കുറച്ചു നേരം കരഞ്ഞു തീർത്തു. എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റാറ്റസിനെ കുറിച്ചോ പ്രസ്റ്റീജിനെ കുറിച്ചോ ഉള്ളൊരു ചിന്ത ആദ്യം മുതൽ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബയോളജി എന്നുള്ളൊരു വിഷയത്തിനോട് അമിതമായിട്ടുള്ള ഒരു ആവേശവും താല്പര്യവും ഒക്കെ തോന്നി. ഒരു നേതൃത്വത്തിൻ്റെ എന്തോ ഒരു സംഭവം എൻ്റെ ഉള്ളിലുണ്ട് എന്നിങ്ങനെ അവരും എന്നോട് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ഒരു പബ്ലിക് ബ്യൂറോക്രാറ്റ് എന്നതിനപ്പുറം ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഇമേജും കൂടെ ഡോക്ടർ ദിവ്യ എസ് അയ്യർ എന്ന IAS ആയിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് കാണുന്നുണ്ടോ? എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പബ്ലിക് ബ്യൂറോക്രാറ്റ് എന്നതിനും അപ്പുറം ഒരു ഇൻഫ്ലുവൻസർ യൂത്തിനെയും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ഒരുതപ്പെട്ട എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു സാധനം മാമിനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ പറയുന്നത് എന്നോട് ആദ്യമായിട്ടാണ് ഒരാൾ അങ്ങനെ തുറന്നു പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുകയാണെങ്കിലും ആ പ്രവർത്തന മേഖലയിലോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിലാണെങ്കിലൊക്കെ നമുക്കെപ്പോഴും നമ്മൾ പ്രസക്തമായി നിൽക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ടു സ്റ്റേ റെലവൻറ്റ് ഇൻ സംബഡീസ് ലൈഫ് ഇസ് ദി അൾട്ടിമേറ്റ് എയിം ഇൻ ഓൾ റിലേഷൻഷിപ്സ്. അപ്പോൾ പൊതുജനവുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ടേ ഞാനതിനെ കാണുന്നുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് ആരെയും സ്വാധീനിക്കണം എന്നോ ഈ പറയുന്ന ഇൻഫ്ലുവൻസർ എന്നൊക്കെ ഉള്ളത് ഒരു ആധുനിക യുഗത്തിൻ്റെ നവമാധ്യമ പദങ്ങളിലൊന്നാണെന്നാണ്. കട്ടിക്കട്ടി വാക്കാണ്. അതെ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആകണം എന്ന് ആകുന്നൊന്നുമല്ല. ഇപ്പോഴും ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് എപ്പോഴും പൊതുജനങ്ങളുമായിട്ട് സാധാരണ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ടുള്ള ഒരു സമ്പർക്കം പുലർത്തുക, ഒരു വിനിമയം നടത്തുക എന്ന് പറയുന്നത് എൻ്റെ കർമ്മമണ്ഡലത്തിലും ഒപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിലൊക്കെ എനിക്ക് ഒരുപാട് ഊർജവും ഒരുപാട് സംതൃപ്തിയും തരുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നവമാധ്യമങ്ങളിലൂടെ ആയാലും നമ്മൾ വേദികളിലൂടെ ആയാലും പ്രസംഗവേദികളിലൂടെ ആയാലും ഒക്കെ ജനങ്ങളുമായ ഒരു ബന്ധം പുലർത്താൻ സാധിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ട ഒരു അനുഭവമാണ്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നു, അതിനായി സമയം കണ്ടെത്തുന്നു എന്നൊക്കെയുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും എങ്ങനെയായിരുന്നു ഈ സിവിൽ സർവീസ് എന്നൊരു ഇതിലേക്ക് എത്തിച്ചേർന്നത്? ഒരു MBBS കാരിയാണ്, MD എടുത്തു, അത് കംപ്ലീറ്റ് ചെയ്തു. പെട്ടെന്ന് അങ്ങനെ ആരും പെട്ടെന്ന് മാമിനിപ്പോൾ ഒരു ഓൾറെഡി സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഹൈറാർക്കിയിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ആളുടെ ഒരു നിലയും വിലയൊക്കെ കാണിക്കുന്ന ഒരു ജോലിയായിട്ട് ഒരു 50% ആളുകളെങ്കിലും അതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ MBBS MD എടുക്കുന്ന ഒരു ഡോക്ടറിന് അതേ സെയിം സോഷ്യൽ സ്റ്റാറ്റസ് ആണ് സെയിം ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിടെ നിന്നൊരു IAS കാരി അല്ലെങ്കിൽ ഒരു സിവിൽ സർവീസിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നത്? എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റാറ്റസിനെ കുറിച്ചോ പ്രസ്റ്റീജിനെ കുറിച്ചോ ഒരു ചിന്ത ആദ്യം മുതലേ ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രഥമമായി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ജനസേവനം എന്നുള്ളത് ഇഷ്ടപ്പെട്ട ഒരു മേഖലയായിരുന്നു. അപ്പോൾ ഏതൊരു വിഷയത്തിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ മണ്ഡലം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. കൊച്ചുനാളിലെ സിവിൽ സർവീസ് എന്നുള്ളൊരു മോഹം മനസ്സിലുണ്ടായിരുന്നു. തീരെ കുഞ്ഞായിരുന്ന സമയത്ത്. പക്ഷെ അതിലേക്കുള്ള വഴികൾ എത്ര പ്രയാസപ്പെട്ടതാണെന്നോ അല്ലെങ്കിൽ പടവുകൾ എങ്ങനെയാണ് കയറേണ്ടതെന്നോ ഒന്നും ഒരു അറിവില്ലാത്ത ഒരു പ്രായം. അപ്പോൾ അതിനുശേഷം പഠിച്ചു വന്നപ്പോൾ എനിക്ക് തോന്നുന്നു സ്കൂളിൽ നമ്മൾ സയൻസ് സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നത് UP സ്കൂൾ കഴിയുമ്പോഴാണ്. സ്റ്റേറ്റ് സിലബസിൽ ഇതിങ്ങനെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന് വേർതിരിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്. അതുവരെ ജനറൽ സയൻസ് എന്നുള്ളൊരു സങ്കല്പമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ശാസ്ത്രം കുറച്ച് കാര്യമായിട്ട് പഠിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ബയോളജി എന്നുള്ളൊരു വിഷയത്തിനോട് അമിതമായിട്ടുള്ള ഒരു ആവേശവും താല്പര്യവും ഒക്കെ തോന്നി. അങ്ങനെ ആ വിഷയത്തിനോടുള്ള ഒരു മമതയാണ് യഥാർത്ഥത്തിൽ എന്നെ MBBS എത്തിച്ചത്. അപ്പോൾ ബയോളജി ഭയങ്കര ഇഷ്ടമാണ്. ബയോളജി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉള്ളിലുണ്ടായ ഒരു വെളിപാടെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർത്തു, നമുക്ക് നമ്മുടെ ശരീരം തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്, എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് ശ്വസിക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്, ഇത്രയും വളരെ മൗലികമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ മനുഷ്യൻ്റെ ജീവൻ എങ്ങനെയാണ് നിലനിർത്തുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പോലും നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ അറിവ് ആർജിക്കുന്നു എന്ന് പറയുന്നതിന് എന്താണ് അർത്ഥം എന്നൊക്കെയുള്ള ഒരു വെളിപാട് ആ സമയത്ത് വന്നു. അപ്പോഴാണ് ശരിക്കും എന്നാൽ അതൊക്കെ പഠിക്കാനായിട്ട് പോവുകയും വേണം, എന്നാലൊട്ട് ഈ പറയുന്ന പോലെ പൊതുജനങ്ങളുമായിട്ടൊരു സമ്പർക്കം പുലർത്തണം എന്നുള്ള ഒരു സ്ഥായിയായ ആഗ്രഹം എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഒരു മേഖല എന്ന് പറയുന്നത് MBBS ആണല്ലോ. അങ്ങനെയാണ് ശരിക്കും MBBSലേക്ക് ആ ഒരു മോഹം ഇങ്ങനെ വഴിതിരിച്ചു വിടുന്നത്. അങ്ങനെ MBBS പോയി
വളരെ മഹത്തരമായിട്ടുള്ള ഒരു സ്ഥാപനത്തിലാണ് MBBS പഠിക്കാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചത്. CMC വെല്ലൂരിലായിരുന്നു. അപ്പോൾ ഇപ്പോഴും മൂല്യാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പോൾ ശരിക്കും ജനങ്ങളെ അടുത്തറിയുവാനും അവരുമായി ജീവിതം പങ്കിടാനും ഒക്കെ നമുക്ക് ഒരുപാട് സാഹചര്യങ്ങൾ, അതായത് ഒരു ശാസ്ത്രം എന്നുള്ളതിലുപരിയായി മനുഷ്യ ജീവിതത്തെ തൊട്ടറിയാൻ പറ്റുന്ന അനവധി അനുഭവങ്ങൾ അവിടെ വെച്ചിട്ടും ഉണ്ടായി. അപ്പോൾ അവിടുത്തെ ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ഈ പഴയ സ്വപ്നം ഒന്നുകൂടി സിവിൽ സർവീസ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അലയടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെയും എൻ്റെ അധ്യാപകരോടും എൻ്റെ ഗുരുക്കന്മാരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർക്കും തോന്നി എൻ്റെ ഉള്ളിൽ ശാസ്ത്രത്തിനോടുള്ള അഭിനിവേശമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും, അവിടെ വളരെ നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ എവിടെയോ അവരിങ്ങനെ എന്നോട് പറഞ്ഞ പദം, യു ഹാവ് എ ലീഡർഷിപ്പ് സ്ട്രീക്ക് ഇൻ യു വിച്ച് ഇസ് വെരി ഒബ്വിയസ് എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആർക്കും കെടുത്താൻ പറ്റാത്ത ഒരു നേതൃത്വത്തിൻ്റെ എന്തോ ഒരു സംഭവം എൻ്റെ ഉള്ളിലുണ്ട് എന്നിങ്ങനെ അവരും എന്നോട് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് പോകണം എന്നുള്ളത് അവിടെ നിന്നും കൂടെയുള്ള ഒരു പ്രോത്സാഹനമായിരുന്നു. പ്ലസ് അവിടെ ഇപ്പോൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ അടുത്തുള്ള ഈ കുഗ്രാമങ്ങളിലുമൊക്കെ നമ്മൾ ഹെൽത്ത് ക്യാമ്പൊക്കെ നടത്താൻ പോകും. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള ജനങ്ങളുടെ ജീവിതവും അനുഭവങ്ങളും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അങ്ങനത്തെയൊക്കെ കുറേ നിരീക്ഷണങ്ങൾ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി വന്നപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ ശാസ്ത്രത്തിനപ്പുറമുള്ള ഒരു ജനജീവിതത്തെ കൂടെ സ്പർശിക്കണം എന്നുള്ള ഒരു ആഗ്രഹം, പിന്നെ കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള ഒരു സേവന മേഖല എന്നുള്ള നിലയിൽ IAS കയറാം എന്നുള്ള ഒരു തീരുമാനം എടുത്തു. ഞാൻ നേരത്തെ മാമിൻ്റെ ഇൻ്റർവ്യൂ കേട്ടതിൽ നിന്നും ഇപ്പോൾ സംസാരിച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂരിയസ് ആണ്. ഈ ക്യൂരിയോസിറ്റി ആയിരുന്നോ ഇങ്ങനെ ഇപ്പോൾ ഇന്നായാലും നാളെയായാലും നമ്മളിപ്പോൾ എല്ലാ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു നമ്മുടെ അറിവാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ ഒരു പബ്ലിക് മേഖലയിൽ നിൽക്കുമ്പോൾ ഇന്ന് ചെയ്ത കാര്യമായിരിക്കത്തില്ല, നാളെ നമുക്ക് അതിന് വേണ്ട പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ആളെ ഇങ്ങനെ മുമ്പോട്ട് നയിക്കുന്നത് ഈ ക്യൂരിയോസിറ്റിയാണ്. ഈ ക്യൂരിയോസിറ്റി പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ അധ്യാപകർ 1-2 പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാത്തിനെ കുറിച്ചും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനും അറിയാനും ഒക്കെയുള്ള ഒരു ചിലർക്ക് ഒരു പക്ഷെ അത് ശല്യമായിട്ട് തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അധ്യാപകരും ഒപ്പം സഹപാഠികൾ പറഞ്ഞിട്ടുള്ളത്, പിന്നെ ഞാൻ ക്ലാസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്നൊക്കെ ഒരു അപ്പം എൻ്റെ കൂടെ ക്ലാസ്സിലിരിക്കാൻ കുറേ പേർക്ക് വലിയ മടിയായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ പിന്നെ പോക്കാം, ക്ലാസ് ഒരു കാലത്ത് തീരത്തില്ല. ടീച്ചർ ക്ലാസ് എടുത്തിട്ടൊക്കെ ഇപ്പോൾ ക്ലാസ് തീരും പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുന്ന കുട്ടികൾ പോലും പിന്നെ ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുശേഷം വീണ്ടും ക്ലാസ് ഇങ്ങനെ നീണ്ടു പോകുമല്ലോ. അങ്ങനെ കുട്ടികൾ പറഞ്ഞ് സഹപാഠികളും ഇതുപോലെ പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു. അത് ഈവൻ അക്കാഡമിയിൽ IAS അക്കാഡമിയിൽ പോയ സമയത്ത് പോലും ക്യൂരിയോസിറ്റി ഒരു ടോപ്പിക് ആയിരുന്നു. അതെ അതിപ്പോ തമാശക്കായിട്ട് ആളുകൾ ഇങ്ങനെ പറയും, ദിവ്യയുടെ അടുത്ത് ഇരിക്കുന്ന ആള് ക്ലാസ്സിലിരുന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, കാരണം ഈ സംശയം ചോദിക്കുന്നുണ്ട് സാറോ ടീച്ചറോ എപ്പോഴും ഈ വശത്തേക്ക് നോക്കുന്നുണ്ടായിരിക്കും, അതുകൊണ്ട് അടുത്ത് വരുന്നേക്കെ പറഞ്ഞിങ്ങനെ വെറുതെ. ആ ക്യൂരിയോസിറ്റി ഇപ്പൊ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ നല്ലപോലെ. ഇപ്പോൾ നാളെ ഒരു കാര്യം ചെയ്യുമ്പോഴും തുടങ്ങുമ്പോഴാണെങ്കിലും പുതിയ പുതിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഈ ക്യൂരിയോസിറ്റി ഒരു വലിയ ഭാഗമാണല്ലോ അല്ലേ? ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലല്ലേ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പുതിയ മേഖലകളിലേക്ക് കാലെടുത്ത് വെക്കുവാനാണെങ്കിലും പുതിയ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുവാനാണെങ്കിലും ഈ പറയുന്ന പോലെ പുതിയ വ്യക്തികളെ കാണുക, അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, പുതിയ മേഖലകളിൽ പ്രവർത്തിക്കുക എന്നൊക്കെയുള്ളത് ഒരു വലിയൊരു ആവേശം തരുന്ന ഒരു അനുഭവമാണ്. അതിൻ്റെ പിറകിലെ രഹസ്യം ഒരു പക്ഷേ ഈ ക്യൂരിയോസിറ്റി തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് സിനിമയിൽ അഭിനയിപ്പിച്ചത്. അത് തീർച്ചയായിട്ടും കൗതുകത്തിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. നമ്മൾ കൊച്ചുനാൾ മുതലൊക്കെ ഇങ്ങനെ കണ്ടുവരുമ്പോൾ അത്യാവശ്യം അഭിനയിക്കാൻ കഴിയുമോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്ന ആളുകൾ, അപ്പം അതായത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ നമ്മൾ ഒരുപാട് വേദികളിൽ ഒരുപാട് വേഷങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മോണോ ആക്റ്റും കഥാപ്രസംഗവും ഒക്കെ ചെയ്ത് വേദികളിൽ പ്രൈസൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അടുത്ത തലമാണല്ലോ സിനിമ എന്നൊക്കെ പറയാം. അപ്പോൾ പക്ഷെ അത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. അത് ശരിക്കും ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി എന്ന് വേണമെങ്കിൽ ആ ഒരു ചിത്രത്തെ തന്നെ വിശേഷിപ്പിക്കാനാകും. അതിൽ അഭിനയിച്ച ആളുകളൊക്കെ തന്നെ പിന്നെ പ്രതിഫലമൊന്നും കൈപ്പറ്റാതെ ഒരു
വൃദ്ധസദനത്തിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ വയോജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു അന്ത്യകാലഘട്ടത്തിലുള്ള ഒരു ഒറ്റപ്പെടലിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു 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 നാഴികക്കല്ല് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതും ഉണ്ടായിരുന്നു ഒരു ഭാഗത്തിൽ. പക്ഷേ ഈ പറയുന്ന കൗതുകം എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ്ങിനും പോസ്റ്റിങ്ങിനും ഇടയ്ക്കുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തിൽ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ എന്ന് അവരോട് ചോദിച്ചു. ഇപ്പോൾ കാരണം എൻ്റെ മേഖലയെ, എൻ്റെ കർത്തവ്യത്തെ ബാധിക്കാത്ത തരത്തിൽ അത് കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ എത്തിച്ചേർന്നത്. അതെ. മാം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും മനസ്സിൽ കൊച്ചു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഉണർത്തിയാലാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായി. ഈ കുഞ്ഞു കുട്ടികളെ നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും എല്ലാ കാര്യങ്ങളിലും അവർക്ക് സംശയമാണ് എല്ലാം. അപ്പം ആ ഗ്രോത്തിന്റെ ഒരു ഭാഗം ഈ ക്യൂരിയോസിറ്റി എങ്ങനെയാണ് ഈ ഉള്ളിലെ കുട്ടി ഉണർത്താൻ, അതിന് മാം എന്തൊക്കെയാ ചെയ്യാറ്? ഇപ്പൊ ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ കുട്ടിൻ്റെ കൂടെ സമയം ചെലവഴിക്കാത്ത ആളാണ് എൻ്റെ ഉള്ളിലെ കുട്ടിയെ ഉണർത്താൻ ഞാൻ ചെയ്ത കാര്യം. ഈ പറയുന്ന പോലെ അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ പൊടുന്നനെ ഇങ്ങനെ കയറി വരും. നമ്മൾ അത്രയും നേരം ശരിക്കും ശ്രദ്ധിച്ചു പോലും കാണില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഓരോരോ ചോദ്യങ്ങൾ ഭയങ്കര ലോജിക്കും അവൻ്റെ യുക്തി എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമാണ് നമ്മളിൽ നിന്നൊക്കെ. അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് നമുക്കങ്ങ് വെറുതെ ചിരിച്ച് കളയാം. പക്ഷെ അതിലുപരിയായിട്ട് അതിൽ ഒരു ഈ പറയുന്ന ഒരു കൗതുകം എന്നുള്ള ആ ഒരു ഘടകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ഉയർന്നു വരുന്നതെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങളിൽ നിന്നും പഠിക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ നൈസർഗികമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഒരുവിധം എല്ലാ കുഞ്ഞുങ്ങളുടെയും ഒരു സ്വഭാവമായിരിക്കുമല്ലോ അത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ പറയുന്ന എൻ്റെ ഉള്ളിലെ കുട്ടി എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഊർജ്ജസ്വലപ്പെടുത്താനാകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇതിപ്പം വളരെ സ്വാർത്ഥമായിട്ടുള്ള ഒരു വളർച്ച എന്നുള്ളത് മാത്രമല്ല, അതിലുപരിയായിട്ട് അതായത് വെർട്ടിക്കലും ഹൊറിസോണ്ടലും രണ്ട് തലത്തിലുമുള്ളൊരു ഗ്രോത്ത് ഉണ്ടല്ലോ നമുക്ക് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ. അപ്പം നമ്മുടെ ഒരു സ്വാർത്ഥ മണ്ഡലത്തിൽ ഇപ്പോൾ കരിയർ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പടവുകൾ കയറി മുകളിലേക്ക് പോകാം, അതൊരു കാര്യം വേണമെങ്കിലുണ്ട്. പക്ഷേ അതിലുപരിയായിട്ട് വളർച്ച എന്ന് പറയുമ്പോൾ ഈ ഹൊറിസോണ്ടൽ ഗ്രോത്ത് എന്ന് ഞാൻ കണക്കാക്കുന്നത് ഏറ്റവും അധികം ജനങ്ങളിലേക്കും വ്യക്തികളിലേക്കും എന്താ പറയുക ചരാചരങ്ങളിലേക്കുമൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ ആ ഒരു വലയം ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു വലയം എന്ന് പറയുന്നത് കൂടുതൽ ഇങ്ങനെ വിപുലീകരിക്കാനായിട്ടാകണം. അപ്പോൾ അതിനുള്ള ഒരു സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നതും ശരിക്കും ഈ പറയുന്ന കൗതുകത്തിൽ നിന്ന് തന്നെയാണ് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾ ഒരു വിധത്തിൽ ആ ഒരു ദിവസം എന്നോട് പെരുമാറിയത് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ജനിച്ചു എന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു പക്ഷേ അന്ന് വളരെ ദുർഘടം പിടിച്ച ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടായിരിക്കാം ഒരു അനിഷ്ടം എന്നോട് പ്രകടിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവും. പക്ഷെ ആ കൗതുകം വരാണ്ടിരുന്നാൽ എന്നോട് ദേഷ്യപ്പെട്ടു, ഇനി ഞാനങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല എന്നുകൊണ്ട് നമ്മളങ്ങ് വാതിലടയ്ക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എൻ്റെ സ്വന്തം വളർച്ച എന്നുള്ളതിലുപരിയായിട്ട് കൂടുതൽ വ്യക്തികളെ മനസ്സിലാക്കുവാനും അവരുമായിട്ട് ബന്ധപ്പെടാനും ഒക്കെയുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ അതിനെ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ വീട്ടിലിങ്ങനെ അവന് ഒരു രാത്രി കിടക്കുന്നതിന് മുമ്പേ ചിലപ്പോൾ ചോക്ലേറ്റ് ചോദിക്കാം. അപ്പോൾ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പൊടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മെത്തയിൽ ആവുണ്ടായിരുന്നു. അപ്പോൾ തറയിൽ മത്ത വരച്ചിട്ട് ആണ് ഞാൻ അവനും കിടക്കുക. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഞാൻ പറഞ്ഞു അവിടെയൊക്കെ ചോക്ലേറ്റ് ആക്കിയാൽ രാത്രി ഉറുമ്പ് വരും. അപ്പോൾ എന്നോട് ചോദിച്ചു ഉറുമ്പ് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പിന്നെ ഉറുമ്പ് വന്നാൽ നമ്മളെ ചിലപ്പോൾ കടിച്ചാലോ. അപ്പോൾ കുറച്ച് നേരം ആലോചിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു രാത്രിയല്ലേ ഇപ്പോൾ നൈറ്റ് ആയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നൈറ്റ് ആയാച്ച്. നൈറ്റ് ഉറുമ്പ് വാവച്ചാച്ചതാ പിന്നെ എവിടെ കടിക്കും
അപ്പം നമ്മൾ വാവ ചാച്ചാൻ പോകുമ്പോൾ ഉറുമ്പ് വാവ ചാച്ചണ്ടേ, പിന്നെ എങ്ങനെയാണ് ഉറുമ്പ് എന്നെ കടിക്കുക എന്നുള്ളതാണ് അവൻ്റെ ചോദ്യം. അപ്പോൾ ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മളിപ്പോൾ ശരിക്കും ആ സമയത്ത് അവൻ ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം ഇല്ലായിരുന്നു. ഉറുമ്പ് വാവ ചാച്ചോ എന്നുള്ളത് എനിക്കറിയാത്തൊരു കാര്യമാണ്. നമ്മൾ പറയാറുണ്ട് ഉറുമ്പുകൾ ഉറങ്ങാറില്ല. അതെ, പക്ഷെ ശരിക്കും ഉറങ്ങാത്തതാണോ അതോ ഉറങ്ങുന്നതാണോ? പിന്നെ പക്ഷെ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വരിയുണ്ട്, ഉറുമ്പ് ഉറങ്ങുമെന്ന് എനിക്കറിയാം പക്ഷേ സ്വപ്നം കാണുമോ എന്നറിയില്ല എന്ന് പറയുന്ന, കൃത്യമായിട്ട് അതേ വാക്കുകളല്ല പക്ഷേ അർത്ഥം അതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറുമ്പ് ഉറങ്ങാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ രാത്രിയാണോ ഉറങ്ങുന്നതെന്ന് എനിക്കറിയില്ല, എത്ര നേരം ഉറങ്ങുന്നു എനിക്കറിയില്ല. എന്നിട്ട് അവസാനം അവനെ അറിഞ്ഞേ പറ്റൂ, ഉറുമ്പ് ഉറങ്ങുമോ ഇല്ലയോ എന്ന് അറിഞ്ഞേ പറ്റും. അവസാനം ഗൂഗിളിൽ എടുത്തിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കി പറഞ്ഞു ഉത്തരങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടാണ് രാത്രി പിന്നെ ഓർക്കാൻ സാധിച്ചത് അവന്. അപ്പോൾ അങ്ങനെ അത് വളരെ രസകരമായിട്ടുള്ള ഇത്തരം കുസൃതി ചോദ്യങ്ങളും കൗതുകങ്ങളും ഒക്കെ ആണെങ്കിലും അത്തരത്തിൽ അപ്പോൾ ശരിക്കും ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഉറുമ്പ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഉത്തരം കടിക്കും എന്നുള്ളതായിരുന്നല്ലോ. അപ്പം ഈ ഉറുമ്പ് എന്ന് പറയുന്നതിന് ശരിക്കും നമ്മളെ കടിക്കുന്ന ഒരു ജീവിയായിട്ട് മാത്രമാണ് പലപ്പോഴും നമ്മൾ കാണുക. പക്ഷെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഉറുമ്പിന് അവനെപ്പോലെ തന്നെ ഒരു ജീവിതമുണ്ട്. അത് ഭക്ഷണം കഴിക്കും, അത് കുളിക്കും, അത് കിടന്നുറങ്ങും എന്നൊക്കെയുള്ള ഒരു ഭാവനയാണ് അവൻ്റെ ഇതിലുള്ളത്. അപ്പോൾ അതിൽ നിന്നും എത്ര വിദൂരത്താണ് നമ്മൾ ശരിക്കും വളരെ ഇങ്ങനെ നികൃഷ്ടമായിട്ടുള്ള ഒരു കൃത്യത്തിലേക്ക് മാത്രം ആ ഉറുമ്പിനെ നമ്മളിങ്ങനെ ലേബൽ ചെയ്ത് വെക്കുന്നത് ശരിക്കും. അപ്പം ഇപ്പം ഇത് തന്നെ ഇപ്പോൾ ശബരിയോട് പറയുമ്പോൾ എന്നോട് പറയും അതെ തത്വമൊക്കെ തുടങ്ങിയെന്ന് പറയും. പക്ഷേ ശരിക്കും നമ്മൾ മനുഷ്യരെ അങ്ങനെയല്ലേ ചെയ്യാറ്. മനുഷ്യർക്ക് നമ്മളെപ്പോലെയുള്ള എല്ലാ വികാരങ്ങളും എല്ലാ പ്രവൃത്തികളും എല്ലാം ഉള്ള മനുഷ്യരാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ ലേബൽ ചെയ്യപ്പെടുമ്പോൾ പിന്നെ ആ ഒരു കണ്ണിലൂടെ മാത്രമേ സമൂഹത്തിന് അവരെ നോക്കാൻ സാധിക്കുകയുള്ളൂ. അയാൾ ഇന്നത് ചെയ്യുന്ന ആളാണ്, മോശം പറയുന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾ ഇതേ ചെയ്യൂ, മറ്റുള്ളവരോട് ദേഷ്യപ്പെടുന്ന ആളാണ്, അങ്ങനെ എന്ത് ലേബലാണെങ്കിലും തന്നെ. അപ്പം മനുഷ്യർ ഏതെങ്കിലും ഒരു തെറ്റ് ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ പിന്നെ അടച്ചാക്ഷേപിച്ച് നമ്മളങ്ങ് ലേബൽ ചെയ്ത് അവരങ്ങ് മാറ്റി നിർത്തുകയാണ്. അപ്പം അത്തരത്തിലുള്ള അങ്ങനെ നമ്മൾ കുറച്ചൊന്ന് ചിന്തിച്ചോന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും കുട്ടികളുടെ അടുത്ത് നിന്ന്. ഇത്തരത്തിൽ പറഞ്ഞല്ലോ, അപ്പം നമ്മൾ ഒരാളുടെ പേഴ്സണാലിറ്റിയെ ജഡ്ജ് ചെയ്യുന്ന നമ്മളെല്ലാവരും ജഡ്ജ്മെന്റലാണ്. ഇപ്പം മനുഷ്യന്മാരാണ്, നമ്മളിപ്പം അന്നേരത്തെ ഇമോഷന്റെ പുറത്ത് ജഡ്ജ് ചെയ്യുന്നുണ്ട്. ചിലർ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ജഡ്ജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ആളുകളാണ്. അത് സോഷ്യൽ റിലേഷൻഷിപ്പിലായാലും പേഴ്സണൽ റിലേഷൻഷിപ്പിലായാലും. അപ്പം ഇങ്ങനെ ഒരു വരുമ്പം ജഡ്ജ്മെന്റിന് മാം എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ജഡ്ജ്മെന്റ് ഹേർട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്ത രീതി മാറിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരുന്നില്ല. പക്ഷേ വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേരുടെ വിലയിരുത്തലുകൾ അങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി അല്ല എന്ന് എനിക്കറിയാമെങ്കിലും അത് പറഞ്ഞ് ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ ആ വിലയിരുത്തിയ ആളിനെ ബോധ്യപ്പെടുത്താനോ ഒന്നും നമുക്ക് കഴിയാതെ പോകുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു വീർപ്പുമുട്ടലുണ്ടാവും നമുക്കൊക്കെ. ആ ഒരു വീർപ്പുമുട്ടൽ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും നീയായിട്ട് നിൽക്കുക എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു സങ്കല്പം ഉണ്ടല്ലോ, ഒരു സാമൂഹിക സങ്കല്പമാണെന്ന് വേണമെങ്കിൽ, ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സൊസൈറ്റിയിൽ നിന്നും ഒരു ഇൻഡിവിജ്വൽ ബേസ്ഡ് സൊസൈറ്റിയിലേക്ക് നമ്മൾ വരുന്ന ആ ഒരു ട്രാൻസിഷൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാം വ്യക്തി അധിഷ്ഠിതമായിട്ടുള്ള അവകാശങ്ങളും പിന്നെ ഒക്കെയാണല്ലോ നമ്മൾ കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലരും എന്നോടും പറയും, ചിലപ്പോൾ അവർ പറഞ്ഞിട്ട് പോട്ടെ, അതൊക്കെ മൈൻഡ് ചെയ്യാൻ നിന്നാൽ നമ്മുടെ കാര്യം നടക്കില്ല, അതങ്ങ് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്നിങ്ങനെ പലരും പറയാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പറയുന്ന പോലെ ഞാൻ അത്രയും മറ്റുള്ളവരിൽ എന്നെ സ്വയം നിക്ഷേപിക്കുന്നത് കൊണ്ടായിരിക്കാം, ഇമോഷണലി ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെ അത്രയും ബന്ധങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഈ പറയുന്ന പോലെ വൈകാരികമായിട്ട് എല്ലാവരോടുമായി ഒരു വൈകാരിക തലത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുന്ന എന്താ വേണമെങ്കിൽ പറഞ്ഞിട്ട് പോട്ടെ, ഞാനായിട്ട് നിൽക്കും എന്നൊക്കെ ഇങ്ങനെ
അങ്ങനെ പറയാം, പക്ഷെ പ്രാവർത്തികമാക്കാൻ ഞാൻ അധികം അങ്ങനെ പറയാറുമില്ല. എനിക്ക് വിഷമായ ഞാൻ വിഷമായി എന്ന് തന്നെ പറയും. ഞാൻ ഇപ്പം ആളുകളുടെ മുന്നിൽ ഇപ്പം കരയാനൊന്നും അങ്ങനെ വലിയ പ്രയാസമുള്ള ഒരാളൊന്നും അല്ല ഞാൻ. അപ്പോൾ പലപ്പോഴും ചിലപ്പോഴൊക്കെ ശരിക്കും ഞാൻ കളക്ടറായിരുന്ന സമയത്ത് പോലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയത്തിൽ ചിലപ്പോൾ നമ്മൾ അതുമായിട്ടൊന്നും ഒന്നും ചെയ്തിട്ട് പോലും ഇല്ലാത്ത നമുക്ക് മുമ്പുള്ള കാലഘട്ടത്തിലും ഒക്കെ സംഭവിച്ച എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നുമേ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് പോലും ചിലപ്പം അതിൻ്റെ ആ ഒരു ഗുണഭോക്താവ് അല്ലെങ്കിൽ അതിൻ്റെ ഇരയായ വ്യക്തി എന്നൊക്കെ പറയുന്ന അവർക്ക് അവരുടേതായിട്ടുള്ള വിഷമങ്ങളും സംഘർഷവും ഒക്കെ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം കൊണ്ടുവന്ന് അവർ തീർക്കുന്നത് നമ്മുടെ മേളിലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, എങ്കിലും 1-2 എണ്ണമെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മളോട് ദേഷ്യപ്പെട്ടിട്ട് ഒക്കെ പോകുന്ന ഒരു അവസ്ഥ ചിലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. മിക്കവാറുമുള്ള സമയങ്ങളിൽ വരുന്നവരെ ശാന്തരാക്കി തിരിച്ച് ഒരു പുഞ്ചിരിയോടുകൂടിയാണ് തിരിച്ചയക്കാൻ ശ്രമിക്കുക. പക്ഷെ ചില 1-2 സാഹചര്യങ്ങളൊന്നും അത് പറ്റിയില്ല. പ്രത്യേകിച്ച് കൂട്ടത്തോടു കൂടി ആളുകൾ വരുമ്പോൾ ഒരാളായിട്ടൊക്കെ വന്നാൽ നമുക്ക് മാനസാന്തരപ്പെടുത്താൻ പറ്റും, ഗ്രൂപ്പിനൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു സംഘം ആളുകൾ ഒരു 8 പേരും കണ്ടുണ്ടായിരുന്നു, പുരുഷന്മാരായിരുന്നു. അവരിങ്ങനെ വന്നിട്ട് വളരെ സംഘർഷഭരിതരായ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അവരുടെ മുന്നിൽ ഇങ്ങനെ വലിയ ധൈര്യമൊക്കെ സംഭരിച്ചൊക്കെ നിന്നു. പക്ഷെ അത് കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ അതുപോലെ അകത്തേക്ക് മുറിയിലേക്ക് പോയി കുറച്ച് നേരം ഇരുന്ന് കരഞ്ഞു തീർത്തു. എനിക്ക് അപ്പം ശരിക്കും അവർക്ക് എന്നെ അറിഞ്ഞുകൂടാ, എനിക്ക് അവരെ അറിഞ്ഞുകൂടാ, അവരുടെ ഈ പ്രശ്നം എന്താണെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടും അറിഞ്ഞു. അതെ, കംപ്ലീറ്റ് ആയിട്ടും അറിഞ്ഞുകൂടാ. നമ്മൾ അതുമായിട്ട് ഒരു ബന്ധവും നമുക്കില്ലതാണ് എന്നാൽ ഇതെല്ലാം കേൾക്കേണ്ടി വന്നല്ലോ എന്ന ഒരു വല്ലാത്ത ഒരു നോവ് ആ സമയത്ത് എനിക്ക് ഉണ്ടാവാറുണ്ട്. അതിപ്പോൾ എൻ്റെ സ്റ്റാഫിനൊക്കെ അത് നന്നായിട്ട് അറിയുകയും ചെയ്യും. അവർ ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് എന്നെ കാണാൻ നമ്മളടുത്ത് അയ്യോ മാഡം എനിക്ക് കരയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഉള്ളിൽ കയറി വരും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം അതൊക്കെ ഞാനിപ്പോൾ പുറത്ത് പറയുകയാണെങ്കിൽ പോലും ആളുകൾ അയ്യോ ഇത്രയും ദുർബലമായിട്ടുള്ള ഒരു ഭരണകർത്താവാണോ എന്നുള്ള രീതിയിലായിരിക്കും ആളുകൾ നോക്കുക. അത് അടുത്തൊരു വിലയിരുത്തലാണ്. അതാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. മനുഷ്യനെ വികാരം പ്രകടിപ്പിക്കുക എന്നുള്ളത് ആർക്കും ഛേദമില്ലാത്ത ഒരു വികാരമാണ് എൻ്റെ സങ്കടം എന്ന് പറയുന്നത്, എൻ്റെ കരച്ചിൽ എന്ന് പറയുന്നത്. എൻ്റെ ഇപ്പോൾ ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ ദേഷ്യം കൊണ്ട് ഞാൻ ഒരാളെ ഹിംസിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വിലയിരുത്തുന്നതിന് ഒരു കാര്യമുണ്ട്, ഒരർത്ഥമുണ്ട്. കാരണം അത് മറ്റൊരാളുടെ അവകാശങ്ങളിലേക്കോ സ്വാതന്ത്ര്യത്തിലേക്കോ ഇടത്തിലേക്കോ ഒക്കെ കയറുന്നു എന്നുള്ളത് കൊണ്ട്. ഇതിപ്പോൾ അങ്ങനെ ഒന്നുമില്ലല്ലോ. എൻ്റെ വിഷമം ഞാൻ തീർക്കുന്നു. എൻ്റെ ഒരു കോപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ അതിന് പോലും വിലയിരുത്തി അയ്യോ സ്ത്രീയാണ് അതുകൊണ്ട് അബലയാണ് ദുർബലയാണ്, ഈ കുട്ടീനെ കൊണ്ട് വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള തരത്തിലേക്ക് ആ വിലയിരുത്തൽ പോകുന്നതാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത്. അത് ആക്ച്വലി അക്കോർഡിംഗ് ടു മീ ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്, that I'm able to understand my emotion and accept those emotions. അത് നമുക്ക് എപ്പോഴും ഒരു രോഗാവസ്ഥയാണെങ്കിലും പിന്നെ എന്താ പറയുക ഒരു വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും രോഗാവസ്ഥയാണെങ്കിലും ഏതൊരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. നമ്മൾ അതിനെ ഡിനൈ ചെയ്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് അതുമായിട്ട് കോപ്പ് ചെയ്യാൻ പറ്റാണ്ട് വരുന്നത്. ഒരു ഭീകരമായിട്ടുള്ളൊരു രോഗം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിനിലാണെങ്കിലും ആദ്യം പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒരു രോഗി when you are in the state of denial, it becomes all the more difficult for you to cope up with that disease. അപ്പോൾ ആദ്യം അത് അംഗീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ഏതൊരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനിലും ഡിനയൽ എന്നുള്ള ഒരു പ്രോസസ്സ്, നിഷേധം എന്നുള്ള ഒരു പ്രക്രിയ നമ്മുടെ മനസ്സിൽ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് വിഷമം വരുമ്പോൾ അത് വിഷമമാണ് എന്ന് ഞാൻ അംഗീകരിക്കും. എനിക്ക് സന്തോഷം വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നുള്ളത് ഞാൻ അംഗീകരിക്കും. അതുകൊണ്ട് ഞാൻ രണ്ടും അതുപോലെ പ്രകടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത്തരം സാഹചര്യങ്ങളുമായിട്ട് ഇത്രയും സമ്മർദ്ദമുള്ള ജോലിയില്ലെന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ സമ്മർദ്ദം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഏന്തിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള മെക്കാനിസംസ് കൊണ്ടാണ്. അപ്പം ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നവർ മെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ബിക്കോസ് നമുക്കിപ്പം എന്തെങ്കിലും ഇങ്ങനെ കുത്തി സൈക്കോളജി പഠിച്ചിട്ടുള്ളതുകൊണ്ടായി പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം പറയാവോ അന്ന് കരയുന്നുണ്ടെങ്കിൽ അയ്യോ ഭയങ്കര ദുർബലയാണെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. അല്ല, നമ്മളിങ്ങനെ കുത്തി നിറച്ച് ഇപ്പൊ ഡിപ്രഷന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിലും ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ആരോടും പറയണ്ട, നമുക്ക് നമ്മളോടെങ്കിലും പറയാൻ പറ്റുന്ന
ചിലർക്ക് അതുപോലും പറ്റില്ല. ഇപ്പൊ എനിക്ക് എന്നോടും പറയാൻ പറ്റില്ല എനിക്ക് പ്രശ്നമാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം, അതൊരു. അപ്പൊ നമ്മൾ ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആണ്. ഇങ്ങനെ ഇങ്ങനെ കുത്തി നിറച്ച് ഒരു ദിവസം പൊട്ടുന്നതിനേക്കാൾ നല്ലതാണ് വരുമ്പോ പൊട്ടിച്ച് കളയാ, അപ്പൊ കളയാന്നുള്ളത്. ഒരു ചെറിയ കുമിളകളായിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നത്. അപ്പൊ അതിന് സെൽഫ് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ് മീ ടൈം. എങ്ങനെയാണ് മാം മീ ടൈം യൂസ് ചെയ്യുന്നത്? അപ്പം അത് നമ്മുടെ പ്രതീക്ഷയാണ്. വൃക്ഷം ഇപ്പം എന്നെ നോക്കി മാത്രമേ പൂക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറയുന്നില്ല. എവിടെയോ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടി, ഞാൻ IAS ഒക്കെ ആയതിനു ശേഷം. അപ്പോൾ പണ്ട് എന്നെ നമ്മൾ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. എന്നിങ്ങനെ ഒരു ആമുഖത്തിനപ്പോൾ ഒരു കുറവില്ലല്ലോ.